ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും സുധീഷിനെ രക്ഷിക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. സുധീഷ് രക്ഷപ്പെട്ടെന്നറിയാതെ സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവും ഹേമയും അരുണുമെല്ലാം. രാവിലെ എഴുന്നേറ്റ് ഹേമ അടുക്കളയിലേക്ക് വന്ന് സാന്ദ്രയോട് പറയുന്നു, മോളെ സാന്ദ്ര, നല്ല തലവേദനയുണ്ട്, എനിക്കൊരു കോഫി ഉണ്ടാക്ക്. ഇപ്പൊ ഉണ്ടാക്കി തരാമേന്ന് പറഞ്ഞ് സാന്ദ്ര കോഫി ഉണ്ടാക്കാനായി പോകുമ്പോൾ ഉമ്മറത്തേക്ക് വന്ന് പത്രവും പാലും എടുക്കുകയാണ് ഹേമ. പെട്ടെന്ന് ഹേമ കാണുകയാണ് പത്രം വായിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന സുധീഷിനെ. മുഖം വ്യക്തമായി കാണുന്നില്ല. സംശയത്തോടുകൂടി ഹേമ ചോദിക്കുന്നു, ആരാന്നാ ചോദിച്ചത്? രാവിലെ വന്ന് ഇവിടുത്തെ ഉമ്മർത്തിരിക്കുന്നത് എന്തിനാ? ആരാന്നല്ലേ ചോദിച്ചത്? സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടി വിശ്വസിക്കാനാകാതെ പാലും പത്രവും കളഞ്ഞ് അകത്തേക്ക് ഓടി പോവുകയാണ് ഹേമ. സുധീഷ് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുന്നു. രാജീവേട്ടാന്ന് വിളിച്ച അകത്തേക്ക് ഓടി വരുന്ന ഹേമ കോഫിയുമായി വരുന്ന സാന്ദ്രയുടെ കയ്യിൽ തട്ടുകയും കോഫി താഴേക്ക് വീഴുകയുമാണ്. സാന്ദ്ര ചോദിക്കുന്നു, എന്താ അമ്മ ഇത്? എന്തിനാ ഇങ്ങനെ ഭയന്നോടുന്നത്? അവിടെ എന്ന് പറഞ്ഞ് ഹേമ ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സാന്ദ്ര ചോദിക്കുന്നു, അവിടെ എന്താ? അരുൺ എവിടെ പോയി അരുണിനെ വിളിച്ചോണ്ട് വന്ന് പറഞ്ഞ് ഹേമ രാജീവിനെ വിളിക്കാനായി ഓടി പോവുകയാണ്. സാന്ദ്ര അരുണിനെ വിളിക്കാനായും പോകുന്നു. റൂമിന്റെ അരികിലേക്ക് ഓടി വന്ന് വാതിലിൽ തട്ടി വിളിക്കുകയാണ് ഹേമ. വാതിൽ തുറന്ന രാജീവ് ചോദിക്കുന്നു, എന്താ ഹേമേ, രാവിലെ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? അപ്പോൾ ഹേമ പറയുകയാണ്, രാജീവേട്ടൻ ഇങ്ങോട്ട് വന്ന് നോക്ക്. എന്തു പറ്റി അമ്മ എന്ന് ചോദിച്ച് അരുൺ അവിടേക്ക് വരുമ്പോൾ പിന്നാലെ സാന്ദ്രയും അവിടേക്ക് വരുന്നു. ബഹളം കേട്ട് നിധിയും അവിടേക്ക് ഓടി വരികയാണ്. പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹേമ പറയുന്നു, രാജീവേട്ട അങ്ങോട്ട് നോക്ക്. അകത്തേക്ക് കയറി വരുന്ന സുധീഷിനെ കണ്ട് ഞെട്ടി ഭയത്തോടു കൂടി നിൽക്കുകയാണ് രാജീവും അരുണും ഹേമയും സാന്ദ്രയും നിധിയുമെല്ലാം. സുധീഷ് എന്ന് വിളിച്ച് നിധി അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് അരുൺ ചോദിക്കുന്നു, ഞങ്ങളുടെ പണവും സ്വർണവും എല്ലാം എടുത്തിട്ട് എവിടാടാ നീ ഓടിപ്പോയത്? പറയടാ. ടെൻഷനോടുകൂടി രാജീവ് മനസ്സിൽ പറയുന്നു, ഇവൻ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? അരുൺ പറയുകയാണ്, എടാ നിന്നോടാ ചോദിച്ചത്, സത്യം പറയടാ. സുധീഷ് ദേഷ്യത്തോടു കൂടി അരുണിനെ നോക്കുമ്പോൾ അരികിലേക്ക് വന്ന് രാജീവ് പറയുന്നു, അരുണെ കൈയെടുക്കടാ. വന്ന ഉടനെ ഷട്ടിൽ കയറി പിടിക്കുകയാണോ നീ? സുധീഷ് പണവും സ്വർണവും എടുത്തിരുന്നെങ്കിൽ എന്തിനാ സുധീഷ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്ന് സമാധാനപ്പെടു നീ. സുധീഷ് ഇവിടേക്ക് വന്നപ്പോ തന്നെ മനസ്സിലാകില്ലേ മറ്റെന്തോ ആണ് സംഭവിച്ചതെന്ന്? സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാകില്ലടാ. നീ ധൃതി പിടിക്കാതെ. ഞാൻ ചോദിക്കട്ടെ സുധീഷ്, ഇന്നലെ നീ ഇവിടെ വരാത്തത് കൊണ്ട് ഇവിടെ ആകെ പ്രശ്നമായി. ഇപ്പൊ സുധീഷിനെ കണ്ടതിന് ശേഷമാ ഞങ്ങൾക്ക് സമാധാനമായത്. എന്താ സംഭവിച്ചത് സുധീഷെ? സുധീഷ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി രാജീവിനെയും അരുണിനെയും നോക്കുകയാണ്. അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, ഞാൻ ഫോൺ വിളിച്ചപ്പോൾ സുധീഷിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് എന്ന് വന്നത്? ഞാൻ എത്ര തവണ വിളിച്ചു, എവിടുണ്ട്, എന്താ സംഭവിച്ചേ? അതൊന്നും പറയാൻ പോലും തോന്നിയില്ലേ നിങ്ങൾക്ക്? അങ്ങനെ എന്താ സംഭവിച്ചത്? ആ സ്വർണവും പണവും ഒന്നും സുധീഷ് എടുത്തിട്ടില്ലല്ലോ അല്ലെ? ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ കണ്ടു നിറഞ്ഞ സമാധാനത്തോടുകൂടി നിധി ചോദിക്കുന്നു, പിന്നെന്താ ഇന്നലെ വരാഞ്ഞത്? സുധീഷ് പണവും എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞതാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. ഒന്ന് ഫോൺ വിളിച്ച് എവിടെ ഉള്ളതെന്നൊന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സുധീഷിന്? ഫോൺ പോലും വിളിക്കാൻ പറ്റാത്ത ഏത് സ്ഥലത്തേക്കാ സുധീഷ് പോയത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഇവിടെ വന്ന് ഞാൻ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റോഡിൽ ഒരാൾ ആക്സിഡന്റ് പറ്റി കിടക്കുന്നതായി കണ്ടു. അയാൾ വണ്ടിക്ക് കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ കുറച്ച് ഗുണ്ടകൾ വന്ന് എന്നെ അടിച്ച് കാറിലിരുന്ന സ്വർണവും പണവും ഉള്ള ബാഗ് എടുത്തോണ്ട് പോയി അവർ. ഞാൻ അവരെ തടയാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ബാഗ് എടുത്തോണ്ട് അവര് രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയി. എന്നെ അവർ ബലമായി പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി ഏതോ ഒരു ഫാക്ടറി കൊണ്ടുപോയി കെട്ടിയിട്ടു. എന്താ നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല നിധി. ആ സ്വർണവും പണവും അടങ്ങിയ ബാഗ് എടുത്തോണ്ട് പോയതാര്? എന്നെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നതാര്? എനിക്കൊന്നും അറിയില്ല. രക്ഷപ്പെടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അവരെന്തിനു വേണ്ടിയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റാനായി രാത്രിക്ക് രാത്രി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അവർ. വണ്ടിയിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഞാനിപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. സമാധാനത്തോടുകൂടി നെഞ്ചത്ത് കൈവച്ച് രാജീവ് മനസ്സിൽ പറയുന്നു, രക്ഷപ്പെട്ടു. ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. അങ്ങനെ രാജീവ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ദേഷ്യത്തോടുകൂടി രാജീവിനെയും അരുണിനെയും നോക്കുന്നുണ്ട്. കണ്ടു നിറങ്ങിയ നിധി ചോദിക്കുന്നു, സുധീഷിന് ഒരു കുഴപ്പമില്ലല്ലോ? ഞാൻ പറഞ്ഞതല്ലേ സുധീഷ് അങ്ങനെ ചെയ്യില്ലാന്ന്. സുധീഷ് അങ്ങനെയുള്ള ഒരാളല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിങ്ങളത് കേട്ടില്ലല്ലോ. എന്തൊക്കെയാ നിങ്ങൾ സുധീഷിനെ കുറിച്ച് പറഞ്ഞത്? ദേ വന്ന് നിൽക്കുന്നു സുധീഷ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് കേട്ട് രാജീവ് പറയുന്നു, നിധി അത് വിട്. ഇപ്പൊ സുധീഷിനെ അവിടേക്ക് ഇരുത്ത്. റൗഡികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിരിക്കുക. സുധീഷിന് ഒരുപാട് തല്ലു കൊണ്ടിട്ടുണ്ട്. സാന്ദ്രെ, സുധീഷിന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ഇത് കേട്ട് സാന്ദ്ര വെള്ളം എടുക്കാനായി പോകുമ്പോൾ രാജീവ് പറയുന്നു, സുധീഷ് അവിടേക്ക് ഇരിക്ക്. വാ സുധീഷ് എന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തുകയാണ് നിധി. അവർ ഒരുപാട് അടിച്ചുവന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇല്ല കുഴപ്പമില്ല. സാന്ദ്ര വെള്ളവുമായി എവിടേക്ക് വരുമ്പോൾ നിധി വെള്ളം വാങ്ങിച്ച് സുധീഷിന് കൊടുക്കുകയാണ്. നിധിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിച്ചു കുടിക്കുന്ന സുധീഷ് ടെൻഷനോടുകൂടി നിൽക്കുന്ന രാജീവിനെയും അരുണിനെയും ശ്രദ്ധിക്കുന്നുണ്ട്. അരികിലേക്ക് വന്ന അരുൺ പറയുന്നു, നിധി അവൻ പറയുന്ന കഥ കേട്ട് നീ വിശ്വസിക്കരുത്. അവൻ പറഞ്ഞത് കള്ളമായിരിക്കാം. റൗഡികൾ വന്നു, രണ്ടുപേര് ബാഗുമായി ഓടിപ്പോയി, കുറച്ചുപേര് അവനെ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ നിധി? ഇവൻ പറയുന്നത് കള്ളമാ. സ്വർണവും പണവും ഇവൻ മോഷ്ടിച്ചിട്ട് മറ്റാരോ എടുത്തെന്ന് നമ്മളോട് കള്ളം പറയുക. ടെൻഷനോടുകൂടി രാജീവ് മനസ്സിൽ പറയുകയാണ്, വിവരം കെട്ടവൻ. ഇവൻ ധൃതി പിടിച്ച്
ഉപയോഗിച്ച് എല്ലാം നശിപ്പിക്കുമെന്നാ തോന്നുന്നത്. അങ്ങനെ രാജീവ് പറയുന്നു, അരുണെ, സുധീഷ് എന്തിനാ നമ്മളോട് കള്ളം പറയുന്നത്? സുധീഷ് ഇവിടേക്ക് തിരിച്ചു വന്നപ്പോ തന്നെ മനസ്സിലാകില്ലേ സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്ന്. സുധീഷിന് പറയാനുള്ളതെല്ലാം പറയട്ടെ, നീ ഒന്നും മിണ്ടാതിരിക്കുക. ഇത് കേട്ട് അരുൺ ചോദിക്കുന്നു, അച്ഛൻ എന്താ ഇവനെ കണ്ട ഉടനെ മാറി സംസാരിക്കുന്നത്? രാജീവ് മനസ്സിൽ പറയുന്നു, ഇവൻ മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പോൾ അരുൺ പറയുകയാണ്, റൗഡികൾ വന്നു മോഷ്ടിച്ചോണ്ട് പോയി, പക്ഷേ ഇവൻ മാത്രം വന്നു നിൽക്കുന്നു. സ്വർണവും പണവും ഒക്കെ എവിടെ? തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞവന് ആ പണവും സ്വർണവും സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? ഇവൻ പറഞ്ഞ കഥയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ. പണവും സ്വർണവും എല്ലാം മോഷ്ടിച്ചിട്ട് ഇവിടെ വന്ന കഥ പറയുക അവൻ. ഇവൻ പറയുന്നതെല്ലാം കേട്ട് വിശ്വസിച്ച് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, ഇന്നലെ മുതൽ അരുണേട്ടൻ ഇത് തന്നെയാ പറയുന്നത്. സുധീഷ് മോഷ്ടിച്ചു, സുധീഷ് കള്ളനാണ്, സുധീഷിന്റെ കുടുംബം കള്ളന്മാരുടെ കുടുംബമാണ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ദേ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിരിപ്പുണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? വിരൽ ചൂണ്ടാൻ ഒരാളുണ്ടെന്ന് കരുതി ഈസി ആയിട്ട് അയാളുടെ മേൽ പഴി ചാരരുത്. അപ്പോൾ അരുൺ പറയുകയാണ്, ഞാൻ ഇത് വിട്ടേക്കാം, പക്ഷെ സ്വർണവും പണവും എവിടെയെന്ന് അവൻ ആദ്യം പറയട്ടെ. ഇത് കേട്ട് അവിടെ വന്ന് എഴുന്നേറ്റ് സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്റെ കയ്യിൽ തന്നുവിട്ട സ്വർണവും പണവും ഒക്കെ എവിടെയാണെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ സംശയത്തോടു കൂടി നിൽക്കുകയാണ് നിധി. അരുണിനെ അരികിലേക്ക് വിളിച്ച് കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് രാജീവ്. എടാ വിവരം കിട്ടവനെ, ഇവൻ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക. വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവൻ ഇത്ര ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കുവോ? നമ്മളാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവന് മനസ്സിലായിട്ടില്ല. നീ സംസാരിച്ച് വഷളാക്കരുത്, അവനിൽ സംശയം ഉണ്ടാക്കരുത്. മിണ്ടാ നിൽക്കുന്നതാ നല്ലത്. സുധീഷും സുഭാഷും നികേഷും അകത്തേക്ക് കയറി വരുമ്പോൾ ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് എല്ലാവരും. നിധി സംശയത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അകത്തേക്ക് കയറി വന്ന സുഭാഷും നികേഷും ദേഷ്യത്തോടുകൂടി രാജീവിനെയും അരുണിനെയും നോക്കുന്നുണ്ട്. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ നിങ്ങൾ എങ്ങനെ ഇവിടെ? നികേഷ് എന്താടാ? അപ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി സീനില് ഇവരെങ്ങനെ വന്നെന്നാണോ ആലോചിക്കുന്നത്? പറയാം, ഞാൻ തന്നെ അതും പറയാം. അങ്ങനെ സുധീഷ് രാജീവിനെ അരുണിനെ നോക്കുമ്പോൾ ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് അവർ. അപ്പൊ സുധീഷ് പറയുന്നു, എന്നെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാൻ പാടുപെട്ട് അവരിൽ ഒരാളുടെ ഫോണിൽ നിന്നും സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചു. എനിക്ക് അറിയാവുന്ന രീതിയിൽ അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. അവരുടെ ആൾക്കാർ ഞാൻ സംസാരിച്ചത് എങ്ങനെയോ മനസ്സിലാക്കി. എന്നെ ഉടനെ തന്നെ ആ സ്ഥലത്തു നിന്ന് മാറ്റാൻ അവർ ട്രൈ ചെയ്തു. ഇതോടുകൂടി എന്റെ കഥ തീർന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഹരീഷ് ഓടിച്ചോണ്ട് വന്ന വണ്ടിയും എന്നെ കടത്തിക്കൊണ്ടുപോയവരുടെ വണ്ടിയും ഇടിച്ച് ആക്സിഡന്റ് ആയി. എന്റെ വണ്ടിക്കകത്ത് സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും കണ്ടു. പിന്നെ റൗഡികളുമായിട്ട് പൊരിഞ്ഞടി തല്ലി ചതച്ച് പറപ്പിച്ചവന്മാരെ. ഇത് കേട്ട് രാജീവ് ചോദിക്കാണ്, ആരാ സുധീഷ്? സുധീഷിനോട് ഈ ക്രൂരത ചെയ്തത് ആരാണെന്ന് ഞാനൊന്ന് അറിയട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അയ്യോ നിധിയുടെ അച്ഛൻ എന്തിനാ അതിന് ബുദ്ധിമുട്ടുന്നത്? അത് ഞാൻ തന്നെ പറയാം. ഇത് കേട്ട് അവർ ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി അവരെ ഒന്ന് നോക്കിയിട്ട് ഹരീഷെ തുറക്കെ വിളിക്കുകയാണ് സുധീഷ്. സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളുടെ ഒരാളെ തല്ലി ചതച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ് ഹരീഷ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാജീവും അരുണും. സുധീഷ് പുഞ്ചിരിച്ച് അവരെ നോക്കുന്നുണ്ട്. അരുൺ ഓർക്കുകയാണ് ഫോണിലൂടെ അയാളോട് സുധീഷിനെ ആ ഫാക്ടറിയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞത്. ആ ഗുണ്ടയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ദേ നിൽക്കുന്നില്ലേ, ഇവനാ എന്നെ തട്ടിക്കൊണ്ടുപോയത്. ആ ഗുണ്ടയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് രാജീവ് ചോദിക്കുന്നു, ഇവനാണോ സുധീഷ്? ഇവനാണോ പണവും സ്വർണവും മോഷ്ടിച്ചത്? ആരാടാ നീ? ആരുടെ ആളാടാ നീ? പറയടാ, സ്വർണവും പണവും ഒക്കെ എവിടെ? എന്തിനാ എന്റെ മരുമകനെ തട്ടിക്കൊണ്ടുപോയത്? പറയടാ എന്ന് പറഞ്ഞ് രാജീവ് ആ ഗുണ്ടയെ തല്ലുകയാണ്. ഇത് കണ്ട് ടെൻഷനോടുകൂടി അരുൺ മനസ്സിൽ പറയുകയാണ്, അച്ഛൻ ധൃതി പിടിക്കുകയാണല്ലോ. അപ്പൊ രാജീവ് പറയുന്നു, സുധീഷേ ഇവനെ എനിക്ക് വിട്ടതാ, ഞാൻ അടിക്കുന്ന അടിയില് സത്യം പുറത്തു വരും. സത്യം പറയടാന്ന് പറഞ്ഞ് രാജീവ് ആ ഗുണ്ടയെ തല്ലുമ്പോൾ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് സുഭാഷ്. രാജീവ് ചോദിക്കുന്നു, എന്താ സുഭാഷേ? സുഭാഷ് അങ്ങോട്ട് മാറി നിൽക്കുക, അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഞാൻ. സുഭാഷ് വളരെ ദേഷ്യത്തോടു കൂടി രാജീവിനെ നോക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്താ സുഭാഷേ, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവൾ സുഭാഷ് ചോദിക്കുന്നു, നിങ്ങളെ വിശ്വസിച്ചില്ലേ ഞാൻ അവരെ രണ്ടുപേരെയും നിങ്ങളുടെ ഒപ്പം പറഞ്ഞു വിട്ടത്? നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്തിനാ? വാശിയും വൈരാഗ്യവും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് ഒരു ദിവസം അവിടെ താമസിച്ച് മകളെയും മരുമകനെയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവിധ ബഹുമാനവും തന്നു. നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ ഇവരെ നിങ്ങളുടെ ഒപ്പം പറഞ്ഞു വിട്ടത്? ഇത് കേട്ട് നിധി സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്തിനാ അയാളോട് ഇങ്ങനെ സംസാരിക്കുന്നത്? കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സുധീഷ് ഏട്ടനെ അയാൾ ഇല്ലാതാക്കിയേനെ. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ രാജീവിനെ നോക്കുകയാണ് നിധി. നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? സുധീഷിനെ ഇല്ലാണ്ടാക്കിയേനെയെന്നോ? ഹരീഷ് നീ എന്തേ പറയുന്നത്? അച്ഛാ എന്താ നടന്നത്? എന്താ സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ അച്ഛനോട് സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ അച്ഛനാൻ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. ഏട്ടത്തിയുടെ അച്ഛനാ സുധീഷ് ഏട്ടൻ പോയ വണ്ടി തുടങ്ങി സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചത്. ആളെ അയച്ച് സ്വർണവും പണവും മോഷ്ടിച്ച് സുധീഷ് ഏട്ടനെ തട്ടിക്കൊണ്ടുപോയതും ഏട്ടത്തിയുടെ അച്ഛനാ. വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു, അച്ഛനോ? അപ്പോൾ നികേഷ് പറയുകയാണ്, അതെ ഏട്ടത്തി, സുധീഷ് ഏട്ടനെയും ഏട്ടത്തിയെയും തമ്മിൽ പിരിക്കാനും ഏട്ടത്തി എന്നും ഇവിടെ നിർത്താനും വേണ്ടിയാണ് ഏട്ടത്തിയുടെ അച്ഛൻ ഇതെല്ലാം ചെയ്തത്. ഇപ്പൊ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാ. ആ ആക്സിഡന്റില് ഞങ്ങൾ സുധീഷ് ഏട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ സുധീഷ് ഏട്ടനെ ഈ സമയത്ത് ജീവനോടെ കാണില്ലായിരുന്നു നമ്മൾ. ഇത് കേട്ട് കണ്ടു നിറങ്ങിയ ദേഷ്യത്തോടു കൂടി നിധി ചോദിക്കുന്നു, ഇവര്
പറയുന്നതെല്ലാം സത്യമാണോ? ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കാൻ വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്? പറയാച്ചാ. ഒന്ന് ബദ്രി രാജീവ് പറയുന്നു. നിധി, അങ്ങനെയൊന്നും അല്ല മോളെ, ഇവരെല്ലാം പറയുന്നത് കള്ളമാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? മോള് പറ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു. പിന്നെ എന്തിനാണ് സാർ അന്ന് കാറിലിരുന്ന് എന്നെ വെല്ലുവിളിച്ചത്? വെല്ലുവിളിയോന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് ടെൻഷനോടുകൂടി എടാന്ന് വിളിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, എന്തെടാന്ന് പറയട്ടെ. നിങ്ങൾ പ്ലാൻ ചെയ്താണ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു. പക്ഷേ എന്നെ കള്ളനാക്കി എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൻ രാജീവ് പറയുകയാണ്, നിധി, ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. നീയും നമ്മുടെ കുടുംബവും പിരിയണമെന്ന് ഇവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവനെ വിശ്വസിക്കരുത് നിധി. നീ മുകളിലേക്ക് പോ നിധി, ഞാൻ ഇവരുടെ കാര്യം നോക്കിക്കോളാം. ഹേമേ, നിധിയും കൂട്ടി അകത്തേക്ക് പോ. നിധിയുടെ കയ്യിൽ പിടിച്ച ഹേമ പറയുന്നു, വാ മോളെ, അച്ഛൻ സംസാരിച്ചോളാന്ന് പറഞ്ഞില്ലേ, നമുക്ക് അകത്തേക്ക് പോകാം. നിധി ദേഷ്യത്തോടുകൂടി രാജീവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നു, അരുണെ, നിധിയും കൂട്ടി അകത്തേക്ക് പോകാനാ പറഞ്ഞത്. നിധിയുടെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച് അരുൺ പറയുന്നു, നിധി അകത്തേക്ക് പോ, അച്ഛൻ സംസാരിച്ചോളാന്ന് പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ സംസാരിക്കാം. എല്ലാവരും തിരിഞ്ഞ് നിധിയെ നോക്കുകയാണ്. വാ നിധി എന്ന് പറഞ്ഞ് ഹേമയും അരുണും നിധിയെ അകത്തേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി കൈ തട്ടിമാറ്റി നിധി ഉറക്കെ പറയുന്നു, എന്നെ വിട്. ആരെങ്കിലും എന്റെ ദേഹത്ത് കൈ വെച്ചാൽ അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ അവരുടെ നേരെ വിരൽ ചൂണ്ടി നിധി രാജീവിന്റെ അരികിലേക്ക് വരുമ്പോൾ രാജീവ് പറയുന്നു, മോളെ നിധി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവനെ വിശ്വസിക്കരുത്. മോളുടെ അച്ഛനാ പറയുന്നത്. എന്താ മോളെ, ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് രാജീവ് നിധിയുടെ തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി രാജീവിനെ തള്ളി മാറ്റുകയാണ് നിധി. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഹേമയും അരുണും സാന്ദ്രയും എല്ലാം. രാജീവ് വിശ്വസിക്കാനാകാതെ വിഷമത്തോടുകൂടി നിധി എന്ന് വിളിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ്, അച്ഛൻ സുധീഷിനെ വെല്ലുവിളിച്ചായിരുന്നോ? ഇത് കേട്ട് സുധീഷ് പറയുന്നു, വെല്ലുവിളിച്ചായിരുന്നു നിധി. അന്ന് നിധിയുടെ അച്ഛൻ കാറിൽ കയറിയെന്ന് പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം നിധിയോട് പറയുകയാണ് സുധീഷ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിധിയെയും സുധീഷിനെയും തമ്മിൽ പിരിക്കുമെന്ന് പറഞ്ഞത്. തുടർന്ന് സുധീഷ് പറയുന്നു, ഇവിടെ വന്നതിന് ശേഷവും നിധിയുടെ കുടുംബം എന്നെ ഒരുപാട് അപമാനിച്ചു. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല. നിധിയുടെ കുടുംബത്തിന്റെ ഒപ്പം സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് പറഞ്ഞത്? ഇവിടെ വന്നിട്ടും സുധീഷിനെ അപമാനിച്ചെന്നോ? ഇവരെന്താ ചെയ്തത്? രാജീവും അരുണും കൂടി നിധി ഇല്ലാത്ത സമയത്ത് സുധീഷിനെ അപമാനിച്ചതും തറയിലിരുത്തി വളരെ മോശമായി സംസാരിച്ചതുമെല്ലാം പറയുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, ഈ സ്വർണവും പണവും ഒക്കെ തന്നിട്ട് എന്നോട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എമർജൻസി ആയിരിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കും എന്നോട് പോകാൻ പറഞ്ഞതെന്ന്. പക്ഷെ നിധിയുടെ അച്ഛൻ എന്നെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലായില്ല നിധി. എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി രാജീവ് പറയുന്നു, നിർത്തടാ നിധി, ഇവനെ വിശ്വസിക്കരുത്. ഇവൻ നിന്റെ ആരാ? ഇവൻ ഇപ്പൊ നിന്റെ ജീവിതത്തിലേക്ക് വന്നവനാ. ഇവനെ വിശ്വസിക്കണോ അതോ നിന്നെ സ്നേഹിച്ച് വളർത്തിയ നിന്റെ അച്ഛനെ വിശ്വസിക്കണോ? ശരി, ഇവൻ പറയുന്നതിനൊക്കെ എന്ത് തെളിവാ ഉള്ളത്? എനിക്ക് വേണമെങ്കിൽ പറയാലോ, എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് എന്റെ മകളെ വശീകരിച്ച് ഇവിടുന്ന് കൊണ്ടുപോയത്. അതാ ഇവന്റെ പ്ലാൻ എന്ന്. വായിൽ വരുന്നത് എന്ത് വേണമെങ്കിലും പറയാമോ? തെളിവ് വേണം. ഞാനാണ് ഇവനെ കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ളതിന് തെളിവ് വേണം. തെളിവുണ്ടോ എന്ന് ചോദിക്കും മോളെ. അപ്പോൾ ഹരീഷ് പറയുകയാണ്, തെളിവല്ലേ വേണ്ടത് സാറിന്? ദാ തെളിവ്, സത്യം പറയടാന്ന് പറഞ്ഞ് ആ ഗുണ്ടയെ രാജീവിന്റെ മുന്നിലേക്ക് നിർത്തുകയാണ് ഹരീഷ്. രാജീവ് ടെൻഷനോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധിയും രാജീവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഹരീഷ് പറയുന്നു, സാറ് ചോദിച്ച തെളിവ് ഇവൻ പറയും. നടന്ന കാര്യങ്ങളെല്ലാം ആ ഗുണ്ട നിധിയോട് പറയുകയാണ്. സുധീഷും ഹരീഷും സുഭാഷും നികേഷും അയാളെ തല്ലിയപ്പോൾ രാത്രി തന്നെ അയാൾ സത്യം തുറന്നു പറഞ്ഞിരുന്നു. ബിസിനസ്സുകാരൻ രാജീവാണ് നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത്. നിങ്ങളുടെ കാറ് ഏത് റൂട്ടിലാ വരുന്നത്, എത്ര പണവും സ്വർണവും ഉണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് രാജീവ് സാറ് നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത്. അതുമാത്രമല്ല, എന്ത് സംഭവിച്ചാലും രാജീവ് സാറിന്റെ പേര് പുറത്തു വരരുതെന്ന് പറഞ്ഞു. രാജീവ് സാറിന് നിങ്ങളെ കൊന്നു കളയാനായിരുന്നു തീരുമാനം. ഇതെല്ലാം കേട്ട് നിധി ഞെട്ടി നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഞങ്ങൾ അടിച്ച അടിയില് ഇവന്റെ കൂട്ടാളികളെല്ലാം ഓടിപ്പോയി. ഇവൻ ഞങ്ങളുടെ കൈ പെട്ടു. ഭാഗ്യം കൊണ്ടാ ഇവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ നാടകം കളിക്കുകയാണെന്ന് പറഞ്ഞ് നിധിയുടെ അച്ഛൻ ഇവിടെ ഒരു വലിയ നാടകം തന്നെ കളിച്ചേനെ. ടെൻഷനോടുകൂടി രാജീവ് പറയുന്നു, നിധി, എനിക്ക് പറയാനുള്ളതെന്ന് ദയവ് ചെയ്ത് കേൾക്കണം. രാജീവിനെ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, മതി, നിങ്ങളൊരു മനുഷ്യനാണോ? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നി? നിങ്ങളെ ഞാൻ വിശ്വസിച്ചു പോയി. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെല്ലാം മറന്ന് എന്നെ അന്വേഷിച്ച് അവിടേക്ക് വന്നതെന്ന് ഞാൻ വിചാരിച്ചു. എന്നെ വീണ്ടും ഈ വീട്ടിൽ അടച്ചിടണം, അതല്ലേ നിങ്ങളുടെ പ്ലാൻ? അങ്ങനെയല്ല മോളെ എന്ന് രാജീവ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, അച്ഛൻ എങ്ങനെ തോന്നി അച്ഛാ? എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. എന്താ ഞാൻ പറയുന്നത് ഇവിടെയുള്ള ആരും വിശ്വസിക്കാത്തത്? എല്ലാവരും എന്താ ഒരേപോലെ സംസാരിക്കുന്നത്? അങ്ങനെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇത് കേട്ട് അരുൺ പറയുകയാണ്, നിധി, അച്ഛൻ എന്ത് ചെയ്താലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ചെയ്യുക. ആ വീട്ടിലെ കുപ്പയെ പോയി കിടക്കണോ നിനക്ക്? ഈ വീട്ടിൽ താമസിച്ച 4 ദിവസം നീ എത്ര സന്തോഷവതിയായിരുന്നു. അതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്തിനാ അവിടെ പോയി കഷ്ടപ്പെടുന്നത്? ദേഷ്യത്തോടു കൂടി അരുണിന്റെ കാലിലേക്ക് ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ്, ഞൊണ്ടി ആയിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നത്. അച്ഛൻ എന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞ ഉടനെ പെട്ടെന്ന് വന്ന് എന്റെ കൈ കയറി പിടിച്ചല്ലോ. ഇത് കേട്ട് എല്ലാവരും അരുണിന്റെ കാലിലേക്ക് നോക്കുകയാണ്. ഒന്ന് ബദരി അരുൺ പറയുന്നു, നിധി, ഞാൻ ഞൊണ്ടിയാ നടന്നു വന്നത്. ദേഷ്യത്തോടു കൂടി നിധി പറയുകയാണ്, കള്ളം പറയല്ലേ? അപ്പൊ എല്ലാം കള്ളമായിരുന്നു അല്ലെ? സാന്ദ്രയും ദേഷ്യത്തോടു കൂടി അരുണിനെ നോക്കുകയാണ്. നിധി ചോദിക്കുന്നു,
പറയുന്നു, എന്ത് മനുഷ്യരാ നിങ്ങൾ എല്ലാവരും, ഇവിടെ നിൽക്കാൻ തന്നെ എനിക്ക് ഭയമാ. എല്ലാവരും അഭിനയിച്ച് തകർക്കുകയായിരുന്നല്ലോ. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും കൊല്ലാൻ മടിക്കില്ലായിരുന്നു. ഇത് കേട്ട് രാജീവ് പറയുന്നു, നിധി സൂക്ഷിച്ച് സംസാരിക്കുക. അപ്പോൾ നിധി ചോദിക്കാണ്, അച്ഛാ എന്താ ഞാൻ സൂക്ഷിച്ച് സംസാരിക്കേണ്ടത്? നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. ഒരച്ഛൻ ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്തത്? സുധീഷിനെ കൊല്ലാൻ ചിന്തിച്ചില്ലേ നിങ്ങൾ? അത്രയ്ക്ക് തരം താണ് പോയോ നിങ്ങൾ? നിങ്ങളുടെ അഭിമാനവും അന്തസ്സുമാണല്ലോ നിങ്ങൾക്ക് പ്രധാനം. സ്വന്തം മകളുടെ സന്തോഷം നിങ്ങൾക്ക് പ്രധാന കാര്യമല്ലല്ലോ. അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറിനോട്, ബന്ധുക്കളോട് ഓടിച്ചോടിപ്പോയ എന്റെ മകൾ തിരിച്ചു വന്നു, അവളെ കൂട്ടിക്കൊണ്ടുവന്നു, ഇനി അവൾ എന്റെ മകളാ, എന്റെ മകളിനി എന്റെ വീട്ടിൽ താമസിക്കുമെന്ന് പറയണം. അതിനുവേണ്ടി നിങ്ങൾ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും പോകും. നിധി, അച്ഛൻ മോളുടെ നല്ലതിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് രാജീവ് അരികിലേക്ക് വരുമ്പോൾ പിന്നോട്ടേക്ക് മാറി നിധി പറയുന്നു, എന്റെ അരികിലേക്ക് വരരുതെന്നാ പറഞ്ഞത്. നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. നിങ്ങളെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് വീണ്ടും വന്ന് ചതിക്കപ്പെട്ട് നിൽക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് അപമാനം തോന്നുക. മതി, നിങ്ങൾ ഇതുവരെ എനിക്ക് ചെയ്തതെല്ലാം മതി. എനിക്ക് നിങ്ങളെ എല്ലാം കാണുന്നത് തന്നെ വെറുപ്പാ. അച്ഛൻ, അമ്മ, അനുജത്തി എന്ന് പറഞ്ഞ് ഒരാളും ഇനി എന്റെ മുന്നിലേക്ക് വന്നു പോകരുത്. ഇനി നിങ്ങളാരോ ഞാനാരോ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് പോവുകയാണ്. രാജീവ് തകർന്നു നിൽക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് രാജീവിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് ഹേമ. വിഷമത്തോടുകൂടി അരുണും രാജീവിന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. ഈ സമയം സുധീഷിന്റെയും തന്റെയും ബാഗും എടുത്തുകൊണ്ട് നിധി താഴേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുന്നു. ഹോളിലേക്ക് വന്ന നിധി പറയുന്നു, നമുക്ക് പോകാം. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഇവരെ ഇങ്ങനെ വെറുതെ വിടരുത്. സുധീഷ് ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചവരാ ഇവര്. നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. ഒരാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ തെറ്റല്ലേ? സാക്ഷി പറയാനോ ആളുണ്ട്. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം ഏട്ടത്തി. നിധിയും സുധീഷും ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നികേഷേ വിടടാ, ഇവര് ചെയ്ത തെറ്റിന് ഇവര് തന്നെ അനുഭവിക്കും. വാ നമുക്ക് പോകാം. നിധി മോളെ വാന്ന് പറഞ്ഞ് സുഭാഷ് നിധിയുടെ കയ്യിൽ നിന്നും ബാഗുകൾ വാങ്ങുകയാണ്. നിധി അവരുടെ ഒപ്പം അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുന്നു, നിധി നീ ചെയ്യുന്നത് തെറ്റാണ്, പിന്നെ നീ ഒരുപാട് വിഷമിക്കും. അപ്പൊ നിധി പറയുകയാണ്, എനിക്കിപ്പം നിങ്ങളെക്കാട്ടിലും വലുത് ഇവരാ. എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ഇവിടെ താമസിക്കുന്നതിനെക്കാട്ടിലും സന്തോഷമായിട്ടാണ് അവിടെ താമസിക്കുന്നത്. എനിക്കവിടെ സന്തോഷവും സമാധാനവും ഉണ്ട്. ചത്താലും ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. നിങ്ങളും എന്നെ അന്വേഷിച്ച് വരരുത്. ഗുഡ് ബൈ. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ നിധി വളരെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് സുധീഷും സുഭാഷും നികേഷും ഹരീഷും. ഇത് കണ്ട് തകർന്നു നിൽക്കുകയാണ് രാജീവും അരുണും ഹേമയും സാന്ദ്രയും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്